ഹലോ, ഗുഡ് മോർണിംഗ്. വെള്ളം ചൂടാക്കുന്നടാ. ഇന്ന് വെളിയിലിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഇങ്ങനെ കയറി ഇറങ്ങി വെള്ളം ചൂടാക്കാൻ നിൽക്കണം. അപ്പം ഗ്യാസിലിട്ടിട്ട് വെള്ളം ചൂടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് രാവിലെ കുറേ മെസ്സേജുകൾ കണ്ടിട്ടാണ് ഞാൻ എന്താണ് സംഭവമെന്ന് നോക്കാൻ വേണ്ടി വേറൊരു ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലൈവിൽ നമ്മളെ മതയാമ്മ മതയാമ്മ ഇവിടെ മതയാമ്മയ്ക്ക് സത്യം പറഞ്ഞ കളവ് ചെയ്യാനും അറിഞ്ഞുകൂടാ, ചെയ്താൽ അതിൽ പിടിച്ചിരിക്കാനും അറിഞ്ഞുകൂടാ. അതായത് എൻ്റെ ചാനൽ എങ്ങനെയും നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഫണ്ട് വിദേശത്തുനിന്ന് വരെ ഫണ്ട് ഇറക്കിയിട്ടാണ് എൻ്റെ ചാനൽ പോക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്നത് എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പം ഞാൻ ഇന്നലെ തന്നെ ലൈവിൽ വന്നു. ഞാനത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലൈവിൽ വന്നു ഒരു യാത്ര പറയൽ വീഡിയോ ഒക്കെ ചെയ്തു. കാരണം രാത്രിയിൽ പറയാൻ പറ്റൂലല്ലോ. രാത്രിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയാണ്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാത്രിയിൽ തന്നെ ലൈവ് വന്നു. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ലൈവ് കഴിഞ്ഞ് ഞാൻ ചെന്നടന്ന് ഉറങ്ങിപ്പോയി കേട്ടാ. ഞാൻ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് രസമാണ്. കുറേ പേര് ഇങ്ങനെ ഒരു ലൈവിനെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ലൈവ് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. ലൈവ് കണ്ട് കൊള്ളാം. പക്ഷേ ഇവിടെ ഈ എന്താണ് പറയുക, കളവുകൾ ചെയ്യുമ്പോൾ അവർ തന്നെ അവരുടെ തെളിവ് അവിടെ അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ ബോധമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോയതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞത് അതുപോലെ അവർ പറയണുണ്ട്. അതായത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ബീൻ എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അജണ്ട. അതിന് എത്ര ലക്ഷം വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്ത് നിന്ന് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ട്രൈക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇവർക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എന്നെ ഒന്ന് വിളിച്ച് എനിക്ക് ഇൻഫർമേഷൻ തന്നു. എന്തായാലും അത് തന്നെ ഇന്നലെ ആ പുള്ളിക്കാരൻ വെള്ളത്തിൻ്റെ പുറത്തായിരിക്കാം പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചാൽ ബീൻ എന്ന് പറയുന്ന പേര് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇല്ലാതാക്കുക. എടാ, ബീൻ ഉണ്ടാക്കിയിരിക്കുന്ന പേര് അല്ലെങ്കിൽ ബീൻ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ തരംഗം ആരോടും ഭിക്ഷയാചിച്ചോ, കരഞ്ഞോ, നിലവിളിച്ചോ, അവളുടെ ഇല്ലായ്മ പറഞ്ഞോ, പിന്നെന്താണ് കഷ്ടപ്പാടുകൾ പറഞ്ഞോ ഒന്നും സഹതാപത്തിൽ നിന്ന് നേടിയെടുത്തതല്ല. ഞാൻ എൻ്റെ ആർജവത്തോടു കൂടി എൻ്റെ ഐഡൻറ്റിറ്റി വെളിവാക്കിക്കൊണ്ട് ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് വരെ പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ റിയാക്ഷൻ ചെയ്തത്. അപ്പോൾ എത്രത്തോളം എൻ്റെ ധൈര്യം എത്രയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ എൻ്റെ ധൈര്യത്തിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടുമാണ് ബീൻ എന്ന പേര് അറിയപ്പെടുന്ന രീതിയിലായത്. ഇനി എൻ്റെ ചാനൽ തന്നെ നഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ ഇല്ലാതായി പോയാലും ഞാൻ ചില മനസ്സുകളിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഓളമുണ്ട്. അതായത് ബീൻ ഒരു കാര്യവും ഇപ്പം തന്നെ ഒരു ടെക്നീഷ്യൻ എന്നെ വിളിച്ചത് പറയണമെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്ത പണമല്ല അവർ വാല്യൂ ആയിട്ട് കണ്ടിരിക്കുന്നത്, ഞാൻ അവർക്ക് കൊടുത്ത സ്നേഹമാണ്. അതായത് ബീൻ ഉണ്ടാക്കുന്ന ബന്ധങ്ങളിലൊക്കെയും തന്നെ ബീൻ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണം കൊണ്ട് എന്ത് നേടിയെടുത്താലും ബീൻ ഇമോഷണലി നേടിയെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ നിങ്ങൾക്കൊന്നും പറക്കാനായിട്ട് പറ്റില്ല. അതായത് ബീൻ എന്ന പേര് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവസാനിപ്പിച്ചാലും ബീൻ എന്ന പേര് മായില്ല. ഇനി രണ്ടാമത്, ഇവര് പാതിരാത്രിയിൽ ഒരു ലൈവ് വന്നിരിക്കുന്നു. ഈ ലൈവ് എന്ന് പറയുന്നത് ഞാനിത് അറിഞ്ഞു എന്നുള്ള വെപ്രാളത്തിലാണ് ഇവർ ലൈവ് വന്നത്. അത് ഇവർ മാത്രമല്ല, സൂഫി സഫർ ആദ്യമേ എൻ്റെ ലൈവിൽ തന്നെ കയറി വന്ന് ഈ താത്ത ഞാനാണ് സ്ട്രൈക്ക് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിരവുന്നുണ്ടായിരുന്നു. ആ വിരവിൽ കാണുമ്പോഴേ അറിയാം
പിന്നെ അതിൽ ഈ പുള്ളിക്കാരത്തി സത്യം പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ കൊടുത്ത സ്ട്രൈക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച ആ പിന്നെ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഗൂഗിളിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരനാണ്. ഒരിക്കലും ഞങ്ങൾ സ്ട്രൈക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച ആ ഒരു പുള്ളിക്കാരൻ ഇവളുടെ സ്ട്രൈക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച ആ ടെക്നീഷ്യനെ എന്തായാലും കോണ്ടാക്ട് ചെയ്യില്ല. അപ്പോൾ ചാനൽ പോക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പുള്ളിക്കാരൻ എൻ്റെ ടെക്നീഷ്യനെ കോണ്ടാക്ട് ചെയ്യില്ല. പക്ഷെ ടെക്നീഷ്യന്മാരല്ലേ, അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടാകും മോളെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവം ടെക്നീഷ്യന്മാരുടെ ഇടയിലും എൻ്റെ ചാനൽ നീ പാട്ടാക്കി, എൻ്റെ ചാനലിനെ നീ ശ്രദ്ധിക്കുന്ന തരത്തിലാക്കി. എന്താ പറയുക. ഇനി നമ്മളാ നായകനുണ്ടല്ലോ, സിനിമാ ലായകൻ കള്ളു കുടിച്ച് പൂസായിട്ട് പറയണതാണ്. പക്ഷെ അതിൽ ചില കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഹോട്ടലുകളിൽ ജോലി ചെയ്താണ് ജീവിച്ചത്, അപ്പോൾ ഞാൻ പിഴയായിരിക്കാം എന്ന്. ഇവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് എന്തിനാണ്? നമ്മളൊരു ജോലി ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് സാമ്പത്തികം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സ്ത്രീ പിഴച്ചു പോകുന്നത് എന്തിനാണ്? ലോകത്ത് ഒരാളും ഒരു സ്ത്രീകളും അവരുടെ അഭിമാനം പണയം വെക്കില്ല. അങ്ങനെ പണയം വെക്കണമെങ്കിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കണം. ഞാൻ ഹോട്ടലിൽ ജോലിക്ക് പോയത് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ ഹോട്ടലിൽ ജോലിക്ക് പോയാൽ എനിക്ക് അവിടെ നിന്നും സാമ്പത്തികം കിട്ടും. പിന്നെ ഞാൻ എന്തിനാണ് പിഴയ്ക്കേണ്ടത്? ഇനി വളരെ ചെറുപ്പം മുതലേ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ്. ഞാനൊരു പെൺകുട്ടി ആയിരുന്ന സമയത്തെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എന്തിനാണ് മോനെ പിഴയ്ക്കേണ്ടത്? പിന്നെ എന്ത് ജോലി ചെയ്യാനും വില്ലിങ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം എന്ത് ജോലി ചെയ്യാനും വില്ലിങ് ആയിട്ടുള്ള ഒരാൾ എന്തിനാണ് പിഴച്ചു പോവേണ്ടത്? എടാ, ഞാൻ ഹോട്ടലിൽ മാത്രമല്ല ജോലി ചെയ്തിട്ടുള്ളത്, ഞാൻ ആക്രിക്കടയിൽ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എന്ത് ജോലി ചെയ്യാനും മടി കാണിക്കാത്ത അന്നത്തെ കാലത്ത്, അതായത് അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് മക്കളില്ല, ഞാൻ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്ന സമയത്ത് ആക്രിക്കടയിൽ പോലും ജോലി ചെയ്യാൻ വേണ്ടി ധൈര്യം കാണിച്ച ഇപ്പോൾ എനിക്ക് കുറേ മക്കളുണ്ട്, എനിക്ക് 40-41 വയസ്സായി. ഈ 41 വയസ്സിൽ ഞാൻ എന്ത് ജോലി ചെയ്യാനും എനിക്ക് വില്ലിങ് ആയിക്കൂടെ? അപ്പം എന്ത് ജോലി ചെയ്ത് ജീവിക്കാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്തിനാണ് പിഴച്ച് നടക്കേണ്ട കാര്യം? എടാ, നമുക്ക് ആരെങ്കിലും ചുമ്മാതെ ഒരു ഓശാരത്തിന് എന്തെങ്കിലും പണം തരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് എവിടെ മുതലെടുക്കാനാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. നീ ഏത് കോപ്രായക്കാരനാണ് മുന്നേ? നീ ഏത് കോപ്രായക്കാരനാണ്? ഇനി ഇതെല്ലാം പോട്ടെന്ന് വയ്ക്കാം. എടാ, നീ പറയുന്ന ഒരു കാര്യമുണ്ട്, പിന്നെന്താണ്, ഇവളുടെ ചരിത്രം ഞാൻ അന്വേഷിക്കും, ഇവളുടെ ചരിത്രവും കൊണ്ട് ഞാൻ വരും എന്ന് പറയുമ്പോഴും നീ എന്നെ പറയുന്നത് ആറ്റിങ്ങക്കാരിയാണ് എന്നാണ്. ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് എവിടെ ഇരിക്കണത്? എൻ്റെ മോനെ, ഞാൻ ഭീമപള്ളിയുടെ തൊട്ടടുത്താണ് താമസം, വള്ളക്കടവ്. ഇതുവരെ നീ കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ നിനക്ക് തരുന്നു. എടാ, എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് വള്ളക്കടവാണ് ചെറുക്ക, വള്ളക്കടവ്. ജാതി സാധനം.